ഹലോ മൈ ഗൈസ്. സോ ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആന്ധ്രയ്ക്ക് പോവാണ് ഗൈസ്. ഹോസ്റ്റലിലേക്ക് പോവാണ്. രാവിലെ തൊട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇത് തന്നെ. സോ ഫൈനലി ഐ എം റെഡി. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി ഇറങ്ങി പോകണം. അത്രയൊക്കെയുള്ളൂ ഗൈസ്. കുറേ പാക്ക് ചെയ്യണം, എല്ലാം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല ഗൈസ്. സോ ഞാൻ പോവാണ്. ഇനി എത്തിയിട്ടുള്ള വിവരങ്ങളും ഒക്കെ കാണാം. ഓക്കെ. അങ്ങനെ നമ്മളെല്ലാവരോടും ബൈക്ക് പറഞ്ഞിട്ട് ഇറങ്ങി. പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ലേറ്റായി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. പക്ഷേ എന്തോ നല്ലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് ഓർത്തൊരു ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഫ്രഷ് ലൈമും സോഡ ലൈമും ബർഗറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെറുതെ അവിടെ നിന്നു. ഓണേനെ കുറിച്ച് എന്നാ തോന്നണേ? അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, ഇവള് പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്ലീപ്പറിലാണ് കയറിയത്, ജനറൽ ടിക്കറ്റ് എടുത്തിട്ടും, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പാലക്കാട് സ്റ്റേഷനിലെത്തി. ഇതുങ്ങളെയൊക്കെ കണ്ടു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഇരുന്ന് നിരങ്ങി കിടത്തൊക്കെയാണ് വന്നത്. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. ഇവിടെ നിന്ന് പാലക്കാടിൽ നിന്ന് കർണൂർക്ക് പോകാനുള്ള ടിക്കറ്റും കൺഫേം ആയിട്ടില്ല. സോ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഇപ്പം ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറിയിട്ടാണ് വന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബാഗൊക്കെ ഏൽപ്പിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നടക്കുവാണ്. എന്തോരം നടന്നാലാണ് ഗൈസ് മടുപ്പ്. ഇങ്ങനത്തെ അനൗൺസ്മെൻ്റ് ആണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ്. നമ്മളിരിക്കണത് സ്പീക്കറിൻ്റെ അടിയിൽ. എൻ്റെ പൊന്ന് ഗൈസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അവിടെ 2.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഇവള് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ തപ്പിപ്പിടിച്ച് വന്നിരുന്നുണ്ട്. മടുത്തു ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ എണ്ണീറ്റുണ്ട്. രാത്രി കിടക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രീ ആയിരുന്നു. നമുക്ക് ടീച്ചറിനെ കണ്ട് എഴുതിയൊക്കെ തന്നായിരുന്നു. ഇവരുടെയൊക്കെ സൗണ്ട് കേട്ടാണ് നമ്മൾ എണീക്കണത്. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഓരോരുത്തരെ വിളിച്ചെണീപ്പിക്കലും പിന്നെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കലായിരുന്നു. അടിപൊളിയായിരുന്നു. പൊറോട്ട, ബീഫ്, ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നേരെ കിടക്കാൻ ബെർത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങുന്നത് വൈകുന്നേരമാണ് ഗൈസ്. കുറേ നേരം അങ്ങനെ നല്ല എന്തോ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നേരം അങ്ങനെ കടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു ട്രെയിൻ എത്താനായപ്പോഴത്തേക്കും ഒരു 1/2 മണിക്കൂർ മുന്നേ നമ്മൾ താഴെ ഇറങ്ങിയിരുന്നു. പിന്നെയും വീണ്ടും കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ തുടങ്ങി. പുറത്തേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല വിശപ്പുണ്ട്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു, രാവിലെ ആയിരുന്നു കഴിച്ചുള്ളൂ. സോ കുറച്ച് കയ്യിലുണ്ടായിരുന്ന ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ സൈഡിലേക്കും അങ്ങോട്ടേക്കൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, നമ്മുടെ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി പയ്യെ ഓട്ടോയൊക്കെ വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോട്ടെ കേട്ടോ. നെക്സ്റ്റ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ചേട്ടന്മാരായിട്ടുള്ള ബാർഗെയിനിങ് ആണ്. കാരണം അവർ കുറേ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ മേടിക്കും. അങ്ങനെ മൊത്തം പെട്ടികളും ബാഗുകളും വന്ന് കഴിഞ്ഞാൽ ഒറ്റ കുഞ്ഞു ഓട്ടോയിൽ കയറി അങ്ങനെ ഒരു പോക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ട് സാധനം വെച്ചു. പാലക്കാടും പറക്കാനും കുറച്ച് സോപ്പൊടി കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് ഗൈസ്. ഓക്കെ,
റൂമിലേക്ക് കയറിയപ്പോൾ ആകെ സങ്കടമായിരുന്നു, ആകെ അലങ്കോലമായിട്ടും. കാരണം നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടൊക്കെയാണ് പോയത്. ഉള്ള അലങ്കോലമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം ഇനി വൃത്തിയാക്കണം, തൂത്ത് തുടക്കണം അങ്ങനത്തെ പരിപാടികളായിരുന്നു. അങ്ങനെ നമ്മൾ റൂമെത്തി. ഫുൾ മെസ്സാണ്. പിന്നെ എല്ലാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായി, ഓൾ സെറ്റ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എനിക്ക് ഇങ്ങനെ വർത്താനം പറയാൻ അറിയത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് കുളിച്ച് വൃത്തിയായി, എല്ലാം സെറ്റായിട്ട് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നാളെ ഡ്യൂട്ടിക്ക് പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വന്നതും മുതൽ കൺസെപ്റ്റ്